ലോകത്ത് 10-ൽ 8 പേരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് പോസ്ചറിൽ ഇതേപോലെ ഒരു നട്ടല് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക തലത്തിൽ ഈ പ്രഷർ കേന്ദ്രീകരിക്കുകയും അങ്ങനെ ഈ കശേരിക്കളിലെ ജോയിൻസിൽ കൂടുതൽ മർദ്ദം വരികയും അതിന്റെ റിയാക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാകാവുന്ന സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ഡിജനറേറ്റീവ് ചേഞ്ചസ് ആണ് പലരിലും നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണം. IT, ബാങ്കിങ്, കമ്പ്യൂട്ടർ മുതലായ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പലർക്കുമാണ് ഇത് നടുവേദന വളരെ കണ്ടുവരുന്നത്. ഇതിന് പ്രധാന കാരണം മണിക്കൂറുകളോളം ഇവർ ഒരേ അവസ്ഥയിൽ സ്റ്റാറ്റിക് പോസ്ചർ, ഉദാഹരണത്തിന് മുമ്പിലേക്ക് കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നമ്മുടെ പുറകിലുള്ള പാരാസ്പൈനൽ മസിൽസിൽ മാത്രം ഈ ലോഡ് വരികയും അങ്ങനെ അത് ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം തുടരുമ്പോൾ അവിടെയുള്ള മസിൽസ് ക്ഷീണിക്കുകയും ആ ഒരു സ്ട്രെയിൻ ആ ഫേസഡ് ജോയിൻസ് അല്ലെങ്കിൽ കശേരിക്കളിലേക്ക് ബാധിച്ച് അവിടെ തേയ്മാനം ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് ഈ സ്പോണ്ടിലോസിസിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ശരിയായ ഒരു നിലയിൽ ഇരിക്കുക എന്നുള്ളതാണ്. ശരിയായ നില എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ ചെവി മിഡ് ഷോൾഡർ ലൈൻ അല്ലെങ്കിൽ ഷോൾഡറിന്റെ മധ്യഭാഗത്തായിട്ട് ഏതൊരവസ്ഥയിൽ ഇരുന്നാലും നമ്മളുടെ ചെവി മിഡ് ഷോൾഡറിലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ അപ്പർ ബോഡി ശരിയായ നിലയിൽ എത്തിയെന്നും നമുക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. നമ്മളുടെ നടുവ് സീറ്റിലേക്ക് ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും ഇരിക്കുക നമ്മളുടെ ബാക്ക് വന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയ ശേഷം നമ്മളുടെ അപ്പർ പാർട്ട് മാത്രമാണ് ചെയറിൽ ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്നത്. ഇത് നട്ടലിന്റെ ബാക്കിലുള്ള പേശികൾക്ക് അല്ലെ പാരാസ്പൈനൽ മസിൽസിന് കൂടുതൽ ലോഡ് ഉണ്ടാക്കി അവിടെ മൈക്രോ ടയർ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അങ്ങനെ അതൊരു പിന്നീടൊരു നടുവേദനയ്ക്കും ഡിസ്ക് ബൾജിങ്ങിലേക്കൊക്കെ പോകും. നമ്മളുടെ ചെവി മിഡ് ഷോൾഡറിൽ നിന്ന് കഴിയുമ്പോൾ ഇവിടെ ആത്യന്തികമായിട്ട് നമ്മുടെ മസിൽസിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ ഒരു 0 ആണെന്ന് കണക്കാക്കിയാൽ അവര് വീണ്ടും ഓരോ 5 ഡിഗ്രി മുമ്പിലേക്ക് കുനിയും തോറും ഏകദേശം 5 കിലോ ലോഡ് കൂടുതലായിട്ട് പുറകിലുള്ള പേശികളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റും നമ്മളുടെ കഴുത്തിന് അതുണ്ടാക്കുന്ന ആ ഒരു ആയാസവും അതുവഴി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും. ഇത് കഴുത്തിൻ്റെ പേശിയിൽ ഇതേപോലെ ആഴ്ചകളോ അല്ലെ മാസങ്ങളോളം ജോലി ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്പോണ്ടിലോസിസിൻ്റെ ആ കാഠിന്യം കൂടുകയും അവിടെ റിയാക്റ്റീവ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ഈ ഫേസഡ് ജോയിൻസിൽ ചെറിയ പിൻ ഹെഡ് പോലെയുള്ള ഓസിഫിക്കേഷൻസ് ഉണ്ടാക്കി അതുവഴി വരുന്ന നെർവ് റൂട്ട് അല്ലെ നാഡി ഞരമ്പുകളിൽ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കയ്യിലേക്കൊക്കെയുള്ള വേദനയും തരിപ്പുമായിട്ട് മാറിയിട്ട് റാഡിക്കുലോപ്പതി എന്നുള്ള അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റബിൾ ആണ്. കറക്റ്റായിട്ടുള്ള വ്യായാമം വഴിയും അവസ്ഥ കറക്റ്റ് ആക്കുന്നത് വഴിയും ഇങ്ങനെയുള്ള ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും.